ഞാൻ പറയുന്നുണ്ട് വെജിറ്റേറിയൻ മാത്രം, ഇത് നോൺ വെജ് ഉണ്ടെങ്കിലും മാറ്റിക്കോളൂ, ഒന്നും മിക്സ് ആക്കല്ലേ. ഈ ജംഗിൾ സഫാരി ഭയങ്കര രസാ. അമ്മച്ചി ഒരു പാത്രത്തില് കൊറേ മീൻ വറുത്തതുമായിട്ട് ഇങ്ങനെ നടന്നിങ്ങനെ വരിക. അയവ ഞങ്ങള് നോക്കുമ്പോ ജീപ്പിന്റെ അവിടേക്ക് തുമ്പി വണ്ടി വിടറാതെ ഒറ്റ എടുക്കല അവര്. ആനയുടെ ഇറച്ചി കഴിക്കുന്ന ആൾക്കാരെ പറ്റി കേട്ടിട്ടുണ്ടോ? ഇല്ല. ചിന്തിക്കാൻ പറ്റുമോ നമുക്ക്? ശ്ശോ. ഈ ചിന്തിക്കാൻ പറ്റുമോ എന്നുള്ള സാധനല്ലേ, ഇതൊരു ആപ്തവാക്യം അല്ലെങ്കിൽ നമ്മുടെ ഒരു ടാഗ് ലൈൻ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ബ്ലോഗർ ഉണ്ട്, അറിയോ? ആ. തൃശ്ശൂർക്കാരുടെ ഭയങ്കര സ്വന്തമാണ് മനുഷ്യൻ. അല്ലെങ്കിൽ ആഹാ. ഈ തൃശ്ശൂർക്കാരുടെ പ്രത്യേകത എന്താ അറിയോ? ആ. ബാക്കി എല്ലാ ആൾക്കാരെയും പോലെ തന്നെ, പക്ഷെ തൃശ്ശൂർക്കാരൻ എന്താണെന്നല്ലേ, നമുക്ക് പെട്ടെന്ന് ആരുമായിട്ട് സംസാരിക്കാൻ പറ്റും. അങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല. പെട്ടെന്ന് സിങ്കാവും. പെട്ടെന്ന് സിംഗാവൻസ് ഒരു ഞാൻ ഇന്ന ആളാണ് അങ്ങനെയൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കത് കയറി സംസാരിക്കാനുള്ള ഒരു ചമ്മലില്ലേ, അതൊരു വിധം തൃശ്ശൂർക്കാരായിട്ടുള്ള ആൾക്കാർക്ക് വളരെ കുറവായിരിക്കും. ദൂരെ അത് ശരിക്കും ഇവരുടെ തീം സോങ് ആണ്, ട്രാവലിസ്റ്റയുടെ. ഇതൊക്കെ പറയുമ്പോൾ നമ്മളിരിക്കുന്ന ട്രാവലിസ്റ്റയുടെ ചാനലിലാണ് ആക്ച്വലി. കളർ പെൻസിലുകളുടെയും മിഠായികളുടെ മധുരത്തിൻ്റെയും അമർ ചിത്രകഥകളിലെ കഥാപാത്രങ്ങളിൽ നിന്നൊക്കെ യാത്രകളെ അറിഞ്ഞു തുടങ്ങിയത് സ്കൂളുകളിലെ വിനോദയാത്രകളിൽ നിന്നാണ്. വിനോദയാത്രകളിൽ കണ്ട കാഴ്ചകളിൽ അത് ആഗ്രഹങ്ങൾക്ക് ചിറകുമുളപ്പിച്ചു. ആഗ്രഹങ്ങൾ സ്വപ്നങ്ങളിലേക്ക് കടന്നു വന്നു. സ്വപ്നങ്ങളിൽ നാം ഓരോരുത്തരും യാത്രികരായി. സ്വപ്നസഞ്ചാരിയുടെ മറ്റൊരു ലക്കത്തിലേക്ക് സ്വാഗതം. ഞാൻ അനൂപ് കൃഷ്ണൻ. ഞാൻ ഡോക്ടർ ഐശ്വര്യ. സ്വപ്നസഞ്ചാരികൾ എന്നൊക്കെ നമ്മൾ ഭയങ്കര പോയറ്റിക്കലായിട്ട് കാവ്യാത്മകമായിട്ടൊക്കെ പറയല്ലേ. കാവ്യാത്മകം എന്ന് പറഞ്ഞ ചേച്ചിക്ക് മനസ്സിലായോ? അപ്പോൾ ആദ്യം പറഞ്ഞല്ലോ. നീ പലപ്പോഴും ആസ് എ വൈഫ് എന്നുള്ള രീതിയിൽ പല ആഗ്രഹങ്ങൾ പോകണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇഷ്ടംപോലെ നമുക്ക് ലൈഫ് കൊണ്ട് കുറേ കാര്യങ്ങൾ നമുക്ക് അങ്ങനെ പോകാൻ പറ്റുമെന്നുള്ളൊരു, അല്ലെങ്കിൽ നമ്മുടെ വരുന്ന ലൈഫിലൊക്കെ നമുക്ക് അങ്ങനെ പോകാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ട്. ഡോക്ടർ ഐശ്വര്യ നായർ എന്നുള്ള രീതിയിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അങ്ങനെ ഒരു സ്പെഷ്യലായിട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോകണം എന്നുള്ളൊരു ആഗ്രഹം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു സ്വപ്നസഞ്ചാരി അങ്ങനെയൊക്കെ നീ കണ്ടിട്ടുണ്ടോ? പിന്നെ എൻ്റെ ചൈൽഡ്ഹുഡ് ഡ്രീമാണ് ഓസ്ട്രേലിയയിൽ പോകണം വേറെ ഏതോ ഒരു സ്ഥലത്ത് നീ പറഞ്ഞിട്ടുണ്ട് ഓസ്ട്രേലിയ. ഞാൻ പറഞ്ഞില്ലേ, എനിക്കറിയില്ല എന്തുകൊണ്ടാന്നുള്ളത്. ബട്ട് സ്റ്റിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓസ്ട്രേലിയയിൽ പോകാൻ. പക്ഷെ അവിടെ എന്തുണ്ട്, അവിടെ പോയിട്ട് എന്ത് ചെയ്യും എന്നൊന്നും എനിക്കറിയില്ല. അതൊക്കെ പിന്നെ പോവാറാവണ സമയത്ത് നോക്കാമെന്ന് മാത്രം. വെറുതെ എന്തിനാ നമ്മൾ വെറുതെ ഡ്രീംസ് കയറ്റി വെക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഫേവറേറ്റ് പ്ലേസ് ഓസ്ട്രേലിയ പോകണമെന്ന്. അതാ ഞാൻ പറഞ്ഞത്, എന്തുകൊണ്ടാന്ന് എനിക്കറിയില്ല. സിൻസ് ഞാനൊരു ചെറുപ്പത്തിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് ഓസ്ട്രേലിയ. സിഗ്നേച്ചർ ഉണ്ടാവുമല്ലോ, കാരണം മേ ബി എനിക്കറിയില്ല, കുറച്ച് വീഡിയോസ് ഒക്കെ കാണുന്നോണ്ടായിരിക്കാം, ഓസ്ട്രേലിയൻ ബേസ്ഡ് ആയിട്ടുള്ള വീഡിയോസ് കാണുന്നോണ്ടായിരിക്കാം. അതല്ലെങ്കിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റാത്തൊരു ആനിമൽ ആണല്ലോ കാംഗ്രൂ. സോ മേ ബി ഈ പറഞ്ഞ പോലെ ലൈവ്ലി അതൊന്ന് കാണണം എന്നൊരു ആഗ്രഹമുണ്ട് ചെറുപ്പത്തിൽ നിന്ന്. ഇപ്പം എനിക്കറിയില്ല, ചിലപ്പോൾ മാറിയിട്ടുണ്ടാവും. പക്ഷെ എനിക്ക് ചെറുപ്പത്തിൽ ഈ പറഞ്ഞ പോലെ കാംഗ്രൂ കുട്ടീനെ ഇങ്ങനെ വെച്ച് പോകുന്നൊരു ഫീല് കാണാൻ ഭയങ്കര ആഗ്രഹമുള്ള ഒരാളായിരുന്നു. കാംഗ്രൂസ്, മലയാളികൾ കങ്കാരു എന്ന് പറയുന്നത് കാംഗ്രൂസ്. ഈ ഓസ്ട്രേലിയ എന്നൊക്കെ പറയുമ്പോഴേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, അതായത് ഞങ്ങളെ മീൻസ് ഈ ക്രിക്കറ്റിനെ അന്ധമായിട്ട് ആരാധിക്കുന്ന അല്ലെങ്കിൽ ഭ്രാന്തരായിട്ടുള്ള ക്രിക്കറ്റ് ഭ്രാന്തന്മാർ എന്ന് സോക്കോൾഡ് ആൾക്കാർ പറയുന്ന ആൾക്കാർക്ക് ഇന്ത്യ പാകിസ്ഥാൻ എന്ന് പറയുന്ന ക്രിക്കറ്റ് ടൂർണമെന്റ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ വികാരമുള്ളത് ഇന്ത്യ ഓസ്ട്രേലിയ എന്ന് പറയുന്ന മത്സരങ്ങളാണ്. പ്രത്യേകിച്ച് നമ്മുടെ ശ്രീശാന്തിന്റെ ചില സ്പെല്ലുകളും അതിനുശേഷം ഉണ്ടാകുന്ന തീപ്പാറുന്ന മൊമെന്റ്സ് ഒക്കെ, ഈ വേറെ രാജ്യങ്ങളിലുള്ള ആൾക്കാർ നമ്മളോട് ആറ്റിറ്റ്യൂഡും അഗ്രഷനും കാണിക്കുന്നതിനെ ഒരു തിരിച്ചു കൊടുത്തുകൊണ്ടിരുന്ന ഒരാള് ഒരു പക്ഷേ സൗരവ് ഗാംഗുലിക്ക് ശേഷം ഒക്കെ വന്നുകൊണ്ടിരുന്നത് യുവരാജ് സിംഗും അല്ലെങ്കിൽ ശ്രീശാന്തും ഒക്കെ. അപ്പോൾ ബേസിക്കലി ശ്രീശാന്ത് എന്ന് പറയുന്ന ഒരാൾ മലയാളികൾക്ക് ഭയങ്കര ഫേവറേറ്റ് ആയതുകൊണ്ട് പുള്ളിയുടെ അഗ്രഷനൊക്കെ എന്നെ പോലുള്ള ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, ലൈക്ക് ബോളിംഗ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക്. അപ്പോൾ ഓസ്ട്രേലിയ അങ്ങനെ നമ്മുടെ ഒരു സ്വപ്ന രാജ്യം അല്ലേ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്വപ്നത്തിൽ സഞ്ചരിക്കാൻ എനിക്കറിയില്ല, പക്ഷെ അല്ല, ലൈക്ക് നമ്മൾ ഒരുമിച്ച് പോകാൻ പറ്റട്ടെ. അല്ല, ഓഫ് കോഴ്സ് നിനക്ക് ഒറ്റയ്ക്ക് ഒരു സമയത്ത് യാത്ര ചെയ്യാനുള്ളൊരു അങ്ങനത്തെ ഞാൻ പറഞ്ഞു, നിനക്ക് ഒറ്റയ്ക്കും ഒരു വട്ടം ഒരുമിച്ച് പോവാം, നിനക്ക് ഒറ്റയ്ക്ക് ഒരു വട്ടം പോകാൻ പറ്റുന്ന ഒരു സ്ഥലം ആയി മാറട്ടെ. എനിക്കതുപോലെ ഈ മാച്ചു പിച്ചു എന്ന് പറയുന്ന ഒരു സ്ഥലം,
എനിക്ക് ഈ വലിയ ഐഡിയ ഇല്ല, പക്ഷെ പെറു കേട്ടിട്ടുണ്ട്. പെറുവിൻ്റെ സദേൺ ഭാഗങ്ങളിലായിട്ടുള്ള, അതായത് അവിടെ കുറേ ഈ സ്റ്റോൺസിൻ്റെ പലതരത്തിലുള്ള പല നിർമ്മിതി നമ്മൾ വരൂല്ലേ കൺസ്ട്രക്ഷൻസ്, ഓക്കെ. അത് പണ്ട് കാലം ഹിസ്റ്റോറിക്കലായിട്ട് ചെയ്തിട്ടുള്ള സാധനം. ലൈക്ക് എന്താ പറയാ, ആർക്കിടെക്ചർ വൈസ് കൈൻഡ് ഓഫ് അങ്ങനെ അങ്ങനെ തന്നെ പറയാം. അത് കുറേ കാലമായിട്ട് രൂപപ്പെട്ടു വന്നിട്ടുള്ള ഒരു വലിയ നഗരമാണ് ശരിക്കും അത്. ഇപ്പോഴും അതിൻ്റെ പല ഈ തിരുശേഷിപ്പുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവും. ലൈക്ക് അതിൻ്റെ ഇംഗ്ലീഷ് എന്താ പറയാന്ന് എനിക്ക് ഇപ്പൊ കിട്ടുന്നില്ല. സിമ്പിൾ ആയിട്ട് ഞാൻ പറയാം, ഈജിപ്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്താ വരിക? മമ്മീസ്. ഓഫ് കോഴ്സ് മമ്മീസ്, അല്ലെങ്കിൽ പിരമിഡ്സ് അല്ലേ? മമ്മീസ് എവിടെയുള്ളത്? പിരമിഡ്സ്. അപ്പോൾ പിരമിഡ്സ് ആണ്, അതൊരു രാജ്യത്തിൻ്റെതായിട്ടുള്ള ഒരു രൂപമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവങ്ങൾ നമ്മളിലേക്ക് മാച്ചു പിച്ചു എന്ന് പറയുമ്പോൾ ഈ ഇങ്ങനത്തെ ഈ സ്റ്റോൺ ശിലായുഗത്തെ ഒക്കെ രൂപപ്പെട്ടുള്ള അങ്ങനെ ഒരു സംഭവമാണ് അത്. മൗണ്ടെയിൻസ് ഒക്കെ ഭയങ്കര ഭംഗിയുള്ള എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ കുറേ വീഡിയോസൊക്കെ ഞാൻ അതിൻ്റെ കണ്ടിട്ടുണ്ട്. എന്നിലേക്ക് അത് കൂടുതലായിട്ട് എത്തിയത് എനിക്ക് തോന്നുന്നു ലാലേട്ടൻ മാതൃഭൂമിക്ക് വേണ്ടിയിട്ട് ഒരു വട്ടം ലാലേട്ടൻ്റെ യാത്രേനെ ഫീച്ചർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനതൊരു വട്ടം ഈ വായിക്കുമല്ലോ പുസ്തകങ്ങൾ, അപ്പോൾ അങ്ങനെ ലാലേട്ടൻ്റെ ഈ ഫീച്ചർ ഞാനിരുന്ന് വായിച്ചു ഫുള്ളായിട്ട്. അപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് എനിക്ക് ഇവിടെ പോകണം, ഇത് കാണണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ ഇത് കുറേ കാലമായിട്ട് എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമാണ് ഈ മാച്ചു പിച്ചു എന്ന് പറയുന്നത് കാണണമെന്ന്. അതെ അതെ, നടക്കട്ടെ. മാച്ചു പിച്ചു ആഗ്രഹിച്ചിട്ട് ഞങ്ങൾ ഏകദേശം മാച്ചു പിച്ചുവിൻ്റെ വളരെ ഏകദേശം അതുമായി സാമ്യമുള്ള മറയൂരൊക്കെ പോയിട്ടുണ്ട്. ചിരിച്ച, പക്ഷെ മറയൂർ ആക്ച്വലി നമ്മുടെ നാട്ടില് നമ്മുടെ നാട്ടിലെ ഭയങ്കര ഭംഗിയുള്ള ഒരു സ്ഥലമാണ്. എസ്പെഷ്യലി മൂന്നാറിന്ന് മറയൂർക്ക് പോകുന്ന ഒരു ഏരിയ ഈ സ്വിറ്റ്സർലാൻഡിലൊന്നും പോയിട്ടില്ലാത്തത് കൊണ്ട് തന്നെ അതിൻ്റെ വിഷ്വൽസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതിന് സാമ്യമുള്ള കുറേ ഏരിയാസ് ഉണ്ട് മറയൂരിലേക്ക് ഇങ്ങനെ പോകുന്ന വഴികളിലൊക്കെ. ഒരു സൈഡിൽ ഭയങ്കര ഭംഗിയുള്ള മഞ്ഞയും ചുവപ്പും അല്ലെങ്കിൽ പലതരം നമ്മൾ ഒരു കൃത്യമായിട്ട് ഇന്ന കളറ് എന്നുള്ളത് പറയാൻ പറ്റാത്ത തരത്തിലുള്ള ഇലകളോടുകൂടി പൂക്കളോടുകൂടി അങ്ങനത്തെ ചെടികളോട് കൂടിയിട്ടുള്ള മൊട്ടക്കുന്നുകൾ മുകളിൽ പോലും നമ്മൾ നോക്കുമ്പോൾ ചില സമയത്ത് ഭയങ്കര ഭംഗിയുള്ള ഭയങ്കര കളർഫുൾ ആയിരുന്നു. നമ്മളാ പോയ സമയമൊക്കെ ഒരു കുറച്ചൊരു എനിക്ക് തോന്നുന്നൊരു നവംബർ ഡിസംബർ ആ ഒരു സമയത്തൊക്കെയാണ് നമ്മൾ പോയത് തോന്നുന്നുണ്ട്. ഒക്ടോബർ നവംബർ ആ ഒരു സമയത്താണ്. അപ്പോൾ ഒരു ബ്ലൂമിങ് തുടങ്ങുന്ന ഒരു സമയമുണ്ടല്ലോ, ഭയങ്കര ഭംഗിയായിരുന്നു കാണാൻ മറയൂർ എന്ന് പറയുന്ന സ്ഥലം. എനിക്കറിയില്ല എത്ര ആൾക്കാർ അവിടെ പോയിട്ടുണ്ടല്ലോ. ഈ മറയൂർ എപ്പോഴും ചന്ദനക്കാടുകളെ പറ്റിയിട്ടും അല്ലെങ്കിൽ മറയൂർ ശർക്കരയെ പറ്റിയിട്ടും മറയൂരത്തെ പുൽത്തൈലങ്ങളെ പറ്റിയിട്ടൊക്കെ ഭയങ്കരമായിട്ട്, അവിടുത്തെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് അതും എക്സാക്ട്ലി കാന്തല്ലൂർ അല്ലേ? കാന്തല്ലൂർ അത് ഭയങ്കര രസമുള്ള ഒരു യാത്രയായിരുന്നു. ഓറഞ്ച് പിന്നെ അവിടെ ഒരു മരത്തക്കാളി, അതൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സാധനങ്ങളാണ്. മറയൂർ ശർക്കരയും ഭയങ്കര രസമാണ്, ഭയങ്കര ഒരു വേറൊരു ടേസ്റ്റാണ് ശരിക്കും മറയൂർ ശർക്കര. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഒരുമിച്ച് പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ടെങ്കിലും അഗൈൻ പറഞ്ഞു ഞങ്ങൾ ഒരുമിച്ച് ഇതുവരെ ഒരു അബ്രോഡ് പോയിട്ടില്ല. അത് വി ആർ സ്റ്റിൽ പ്ലാനിങ് ഫോർ ദാറ്റ്. പിന്നെ അത് ഏറ്റവും നല്ലൊരു യാത്രയാവണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഈ പറഞ്ഞ പോലെ സ്വപ്നങ്ങൾ നെയ്ത് കൂട്ടുന്ന ആൾക്കാരുടെ ഇടയിലുള്ള ഒരു സ്വപ്ന സഞ്ചാരത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അങ്ങനെ ഒരു അബ്രോഡ് ട്രിപ്പിന് വേണ്ടിയിട്ട്. പൈസ റെഡി ആയിട്ട് വേണം പോവാൻ, യുണീക്ക് ആയിട്ട് പറയുകയാണെങ്കിൽ. അപ്പോൾ ഈ പറഞ്ഞ പോലെ അങ്ങനെ ഒരു യാത്രയ്ക്ക് വേണ്ടി, അപ്പോൾ ഈ മറയൂർ യാത്ര ഞങ്ങൾക്ക് ഭയങ്കര ഫേവറേറ്റ് ആയി. ഞങ്ങളവിടെ പോയിട്ട് ഈ മഡ് ഹൗസിൽ, പ്രോപ്പർ മഡ് ഹൗസിൽ താമസിക്കാം. AC വേണ്ട, ഫാൻ വേണ്ട, നമ്മൾ ചെരുപ്പ് അഴിച്ചിട്ട് കയറുമ്പോൾ പോലും ഭയങ്കര സുഖ, കാല് ചവിട്ടുമ്പോഴൊക്കെ ഭയങ്കര 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 ഭംഗിയായിരുന്നു. ഞാൻ എന്നിട്ട് ചോദിക്കായിരുന്നില്ലേ എങ്ങനെയായിരുന്നു നമുക്ക് അവിടെ നിക്കാൻ പറ്റുമോ, ഫാനും ലൈറ്റ് പോലും ഇല്ല, AC ഇല്ല, ഫാനില്ല, കയറി നമ്മൾ സ്വിച്ച് അമർത്തുമ്പോഴേ ഇതിന്റെ ഫാനിന്റെ ഇവിടെ AC എവിടെ എന്നുള്ളൊരു അവസ്ഥയാണല്ലോ. പക്ഷെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ അതുമായിട്ട് അങ്ങോട്ട് ഭയങ്കര യൂസ്ഡ് ആയി. പക്ഷെ നല്ല സുഖം ഉണ്ടായിരുന്നു. വൈകുന്നേരമൊക്കെ നല്ല നല്ല രസമായിരുന്നു അവിടെ. എനിക്ക് തോന്നുന്നു ഞങ്ങളൊരു ഉച്ചയ്ക്ക് ഒരു 11:30-12 മണി വരെയൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത തണുപ്പും ഉണ്ടായിരുന്നു. പിന്നെ കാന്തല്ലൂർ അല്ലേ, ഭ്രമരം സിനിമയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള ലൊക്കേഷൻ, ഭ്രമരം പോയിന്റ്, നമ്മുടെ സ്വാഭാവികം പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. ഭയങ്കര രസമുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഈ ഇഷയെ സംബന്ധിച്ചിടത്തോളം
ഐശ്വര്യ ഇഷ എന്നാണ് വിളിക്കുക. ഇഷയെ സംബന്ധിച്ചത് ഇഷ വെജിറ്റേറിയനാണ്, അതായത് പ്യുവർ വെജിറ്റേറിയനാണ്. പിന്നെയും ഈ മാംസഭോജിയായിട്ടുള്ള ഞാനുമായി ചേർന്നതിന് ശേഷമാണ് മുട്ടയൊക്കെ കഴിക്കാൻ തുടങ്ങിയത്. ഈ നമ്മൾ ഈ മറയൂരിൻ്റെ കാര്യം പറഞ്ഞു വരുമ്പോഴേ ഞങ്ങൾ രണ്ടുപേരും ഇരുന്ന് കത്തിയടിക്കുകയാണല്ലോ. അപ്പോൾ ഞങ്ങൾ തമ്മിൽ യാത്ര പോകുന്നതിൽ ഈ വളരെ കുറച്ച് യാത്രകളെ ഒരുമിച്ച് സ്ഥലങ്ങൾ കാണാനായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ പോയിട്ട് ചെയ്തിട്ടുള്ളൂ എന്നുണ്ടെങ്കിലും അതിൽ ഒരുപാട് ഭക്ഷണവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് തമാശകളാണ് സംഭവിക്കാറ്. മറയൂര് ഒരുപാട് രസകരമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് അവിടെ ഒരു ഈ കാന്തല്ലൂർക്ക് പോകുന്ന വഴിക്ക് ഭയങ്കര ഭംഗിയുള്ള ഒരു സ്പോട്ടിൽ ഒരു അമ്മച്ചിയുടെ കട എന്നാണ് പറയുക. അമ്മച്ചിയുടെ മകന്റെ പേര് സുരേഷ് എന്നെങ്ങാണ്ടാണ്, സുരേഷ് ഏട്ടൻ എന്നെങ്ങാണ്ടാണ്. പക്ഷെ അത് അറിയപ്പെടുന്ന അമ്മച്ചിയുടെ കട ആണ്. അപ്പൊ ഞങ്ങളുടെ ഈ മഡ് ഹൗസിന്റെ ജോഫിൻ ഇപ്പോഴും പറയും ഇങ്ങനെ അവിടെ ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, നമുക്ക് അവിടുന്ന് ഭക്ഷണം കഴിക്കാം. അപ്പോൾ ജോഫിൻ ഇങ്ങനെ ഒരു പല ആവർത്തികളായിട്ട് കാന്തല്ലൂർ യാത്രയ്ക്ക് പോകുമ്പോൾ തന്നെ പറയാണ് അമ്മച്ചിയുടെ കടയിൽ ഭക്ഷണം ഏർപ്പാടാക്കിയിട്ടുണ്ട്, ഉച്ചയ്ക്ക് അവിടെ തന്നെ കഴിച്ചാൽ മതി, ഭയങ്കര ഭംഗിയുള്ള ഭക്ഷണമാണ്, നല്ല ഭക്ഷണമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ബിൽഡപ്പുകൾ തന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഞങ്ങൾ ഈ മറയൂർക്ക് പോകുന്ന അല്ലെങ്കിൽ കാന്തല്ലൂർക്ക് പോകുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭംഗിയുള്ള ഒരു ഏരിയ ആണല്ലോ. അങ്ങനെ ഒരു ചുരം കയറി അല്ലെ, അങ്ങനെ വളഞ്ഞ് അങ്ങനെ പോവല്ലേ. പോകുന്ന വഴിക്ക് നല്ല ഭംഗിയുള്ള കാഴ്ച, അതിന്റെ ആ ലാൻഡ്സ്കേപ്പ് കാണുന്നു, മറ്റേ കാട്ടി എന്ന് പറയുന്ന കാട്ടുപോത്തുകളെ കാണുന്നു, നിന്നെ ചൂണ്ടിക്കാണിച്ച് പറഞ്ഞല്ലോ. അപ്പൊ ഇത് കാണുന്നു. അങ്ങനെ ഇത് രസമായിട്ട് ഇങ്ങനെ പോയി ഞങ്ങൾ അവിടെ കാന്തല്ലൂർ കയറി, ഭ്രമരം പാറ കയറി, പുൽത്തൈലങ്ങൾ ഉണ്ടാക്കുന്ന ചെറിയ ചെറിയ യൂണിറ്റുകളിൽ കയറി അവിടുന്ന് അതൊക്കെ 1-2 ഒക്കെ വാങ്ങി, ഫ്രൂട്ട്സ് ഭയങ്കരമായിട്ട് ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് അത് എടുത്തു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് നേരെ ഈ ഉച്ചയ്ക്ക് ഒരു ഭക്ഷണം കഴിക്കേണ്ട സമയം കഴിഞ്ഞ് ഒരു 3-3:30 ആയി. നല്ല വിശപ്പായി. ഇവർക്ക് ഇങ്ങനെ ഒന്നാമത് വിശപ്പ് കൂടിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെയും എനിക്ക് തോന്നുന്നു ജെൻസ് കുറച്ചും കൂടി അല്ലെങ്കിൽ ബോയ്സ് കുറച്ചും കൂടി മെൻസ് കുറച്ചും കൂടി കുറച്ചും കൂടി പിടിച്ചു വെക്കും. പക്ഷെ ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണം, ബാത്റൂം ഇതൊക്കെ വരെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കുന്ന ഒരു സാധനമാണ്. അപ്പൊ അങ്ങനെ ഒരു ലേശം ചേച്ചിക്ക് ഇറിറ്റേഷൻ ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഈ ഒരു അമ്മച്ചിക്കട എക്സ്പ്ലോർ ചെയ്യാം. കാരണം പുള്ളി പറഞ്ഞതിന്റെ പ്രകാരം ഇത് നിൽക്കുന്നത് ഒരു ഭയങ്കര വ്യൂ പോയിന്റ് ഉള്ള അതിന്റെ ബാക്ക്ഡ്രോപ്പ് മുഴുവൻ കൊക്ക പോലെയുള്ള കുറെ മലകൾ വരുന്നതിന്റെ ഇടയിൽ ഇങ്ങനെ ക്ലൗഡ് ബെഡ് കാണാം, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മുടെ ഉള്ളിലൊരു വിഷ്വൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കാണാനാണ് ഞങ്ങൾ പോണത്. അങ്ങനെ ഞങ്ങൾ പോയി അമ്മച്ചിക്കടയുടെ അവിടെ എത്തിക്കഴിഞ്ഞ് വണ്ടി ഇറങ്ങി. അപ്പോൾ ഇവളിറങ്ങി, ജോഫിനിറങ്ങി, ആദ്യം നടന്നു പോയി, ഞാനും ഇറങ്ങി, ഞങ്ങളിങ്ങനെ വന്നു. അപ്പം ഞങ്ങൾ രണ്ടാളും ഞാനാണ് ആദ്യം കയറണേ. ഈ കടയിലേക്ക് കയറി കഴിഞ്ഞ് അങ്ങനെ എന്നിട്ട് ഞാൻ അങ്ങനെ ഒന്ന് ശ്വാസം എടുത്തു. അതായത് നല്ല മീൻ വറുത്തതും നല്ല മീൻകറിയുടെ ഒക്കെ മണമാണ്. ഇതിങ്ങനെ എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ പിന്നീട് അയ്യോ പെട്ടല്ലോ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഇവളുടെ മുഖം കൂടിയൊക്കെ ചുവന്ന്, കാരണം നല്ല വിശപ്പുണ്ട്, ചുവന്ന് തൊടുത്ത് ദേഷ്യം കലിപ്പ് തുടങ്ങി. അവിടെ എൻജിൻ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ പറഞ്ഞു കുഴപ്പമൊന്നും ഉണ്ടാവില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, ഇങ്ങനത്തെ ഒരു സ്ഥലമല്ലേ, പക്ഷെ നല്ല ഭംഗിയുള്ളതല്ലേ, വാ എന്തേലും ആട്ടെ നമുക്ക് കഴിക്കാം എന്ന് പറഞ്ഞിട്ട് ഇവള് വന്നു. നേരെ ഞങ്ങള് ഇരുന്നു. അപ്പൊ കൈ കഴുകി ഇരുന്നു. അപ്പൊ ഇരിക്കുന്നതിന്റെ ഞങ്ങളുടെ നേരെ ബാക്കിലാണ് ഈ പറഞ്ഞ ഭംഗിയുള്ള ക്ലൗഡ് ബെഡ്, അതൊക്കെ പരിപാടികൾ അവിടെയാണ്. ഇരുന്ന് കഴിഞ്ഞു. അപ്പൊ പ്ലേറ്റ് കൊണ്ടുവന്ന് വെക്കുന്നു. പ്ലേറ്റ് വെച്ച് കഴിഞ്ഞപ്പോൾ പ്ലേറ്റ് ചൂടുവെള്ളം കൊണ്ട് കഴുകിയിട്ടുണ്ട്. അപ്പൊ ഞാൻ അതിങ്ങനെ എടുത്ത് നോക്കും, ഹൈജീൻ നല്ല ഹൈജീനാണ് ഇവിടെ, അടിപൊളിയാണെന്നൊക്കെ പറയണം. ഇങ്ങനെ വെക്കണം. നമ്മൾ വെച്ചപ്പോ മുഖത്ത് ഏകദേശം ഒരു അതൃപ്തി ഉണ്ട്, ഇഷ്ടമില്ലായ്മ അത് പ്രകടമാണ് കാണുമ്പോ തന്നെ. സുരേഷ് ഏട്ടൻ കൊണ്ടുവന്നു. എക്സാക്ട്ലി. പിന്നെ വേറൊന്നും ആ ഭാഗത്തൊന്നും വേറെ തൊട്ടടുത്തൊരു കുഴപ്പമില്ലാത്തൊരു അങ്ങനത്തെ ഒരു ഹോട്ടലും ആ ഭാഗങ്ങളിലില്ലല്ലോ. ഓക്കെ, നമ്മൾ കഴിക്കാൻ സുരേഷ് ഏട്ടൻ കൊണ്ടുവരുന്നു. ആദ്യം ഒരു 3 സൈഡ് കറികളുണ്ട്, അത് വിളമ്പി ടക്ക് 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 എടുത്ത് വിളമ്പി. ഞാനിങ്ങനെ ഒരു കറിയുണ്ട്, പയറിന്റെ ഒരു എന്താ പറയാ, മെഴുക്ക് വരട്ടി പോലത്തെ ഒരു കറിയുണ്ട്. പിന്നെ തക്കാളി കൊണ്ടൊരു കറിയുണ്ട്. പിന്നെ ഒരു അച്ചാർ പോലത്തെ ഒരു സാധനം ഉണ്ട്. ഇപ്പൊ ഇതൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ആദ്യം പയറിന്റെ മെഴുക്ക് വരട്ടിയുടെ ഇതെടുത്ത് കഴിച്ചു. അപ്പോൾ ഇവിടെ വിളമ്പി അവിടെ പോയി. അത് കഴിഞ്ഞ് ഞാൻ ഈ തക്കാളി കറി എടുത്ത് കഴിക്കണു. കഴിച്ച് ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. സുരേഷ് ഏട്ടാ ഇതെന്ത് കറിയാ? സുരേഷ് ഏട്ടാണ്, അത് ചെമ്മീനാണ്, ഉണക്ക ചെമ്മീൻ. സോറി, ഉണക്ക ചെമ്മീനാണെന്ന് പറഞ്ഞു. ഞാൻ വേഗം ഒരു നോട്ടവും ഈ പ്ലേറ്റ് എടുത്ത് കൊടുത്തു, ചേട്ടാ ഇവള് വെജിറ്റേറിയൻ, അത് വേണ്ട, മാറ്റിക്കോന്ന് പറഞ്ഞു. മീൻ നോൺ വെജ് കഴിക്കില്ല എന്നുള്ളതിനെക്കാട്ടിലുപരി
പയർ ഓൾറെഡി കഴിച്ചു ഇവള് കുറച്ചെടുത്തിട്ട് ഈ മീൻകറി എടുക്കാൻ തുടങ്ങുമായിരുന്നു. അപ്പോഴേക്കാണ് ഇത് പറഞ്ഞത്. ഇവളെന്നെ ഒരു നോട്ടം, ദേഷ്യം വന്നിട്ട് വേഗം കൊണ്ടുപോയി അടുത്ത കൊണ്ടുവന്ന് വെച്ചു. അത് കഴിഞ്ഞ് പതുക്കൊക്കെ വേറെ ഇവക്ക് വേണ്ടി സെപ്പറേറ്റ് വേറെ പ്ലേറ്റ് കൊണ്ടുവന്ന് വെച്ചിട്ട് അതൊക്കെ കൊടുത്ത് വിളമ്പി ഭക്ഷണം കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ റിയൽ ആളുടെ രംഗപ്രവേശം. ആഹാ, ഇത്ര നേരം നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ള അമ്മച്ചി ഒരു പാത്രത്തില് കുറേ മീൻ വറുത്തതുമായിട്ട് ഇങ്ങനെ നടന്നിങ്ങനെ വരും. അയവ ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ നോക്കുമ്പോ ദേ വരുന്നു അമ്മച്ചി, ഒരു നോട്ടം. ഇവക്ക് അതുകൂടി ആയതോട് കൂടി ആകെ സ്മെല്ല്, മീൻ വറുത്തതിന്റെ മണം. ഇവള് പെട്ടു. കഴിക്കാതെ എണീച്ച് ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ഒറ്റ ഓട്ട. ഈ ഓട്ടത്തിൽ നേരെ പുറത്ത് വന്ന് അവളവിടെ നിന്ന്. പിന്നെ ഞാൻ കാണുന്നത് ഞാൻ ഇറങ്ങി പുറത്ത് വന്ന് ഇവള് വൊമിറ്റ് ചെയ്യാണ്. എന്നെ ഒരു അതായത് മീനിന്റെ മണം പറ്റുന്നില്ല. എനിക്കാണെങ്കിൽ ഇത്രയും നല്ല മീൻകറിയും ചോറും, അന്ന് നല്ല വിശന്നിരിക്കുന്ന സമയത്ത് മീൻകറിയും നല്ല മുളകൊക്കെ ഉള്ള പുളിയൊക്കെ ഉള്ള മീൻകറിയും ചോറും ഈ മെഴുക്ക് വരട്ടിയും മീൻ വറുത്തതൊക്കെ കൂടി കിട്ടിയതിൻ്റെ ഒരു സന്തോഷമുണ്ട്. പക്ഷെ പ്രകടിപ്പിക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ ഈ സിനിമയിലൊക്കെ ടൈം ലാപ്സ് എന്ന് പറയും, അതായത് ഇങ്ങനെ ഡ്രർ ഈ രീതിയിലാണ് പിന്നെ അവിടുന്ന് വണ്ടി വന്നത്. ഞങ്ങൾ തമ്മിൽ അടി രീതിയിൽ അടി. ബാക്കിൽ ജോഫിൻ മിണ്ടാതിരിക്കുന്നു, സ്പീഡിൽ വണ്ടി വന്നു. ഒരു സൈഡിൽ കൊണ്ട് നിർത്തി ഒരു ഇളനീരൊക്കെ കുടിക്കുകയാണ്. അപ്പോൾ സമയത്ത് ഭക്ഷണം കഴിച്ചില്ലല്ലോ, അപ്പോൾ ആ കുറ്റബോധം എനിക്കുണ്ട്. ഞാനാണെങ്കിൽ കുറച്ച് കഴിച്ചും പോയി. അപ്പോൾ ആ കുറ്റബോധം ഉണ്ട്. എന്താ വേണ്ടേ കഴിക്കാൻ? എനിക്കൊന്നും വേണ്ട, നമുക്ക് പോയാൽ മതി ഇവിടുന്ന്. അത് കഴിഞ്ഞ് നേരെ അത് കഴിഞ്ഞ് നേരെ ഞങ്ങള് എങ്ങനെയൊക്കെ ഭക്ഷണം കഴിപ്പിക്കണമല്ലോ. 4-4:15 ജോഫിനോട് പറഞ്ഞു. ജോഫിൻ പറഞ്ഞു, നമുക്കൊരാളുണ്ട് ഇവിടെ, അടിപൊളി ആളാണ്. പുള്ളി 4 സ്റ്റാർ 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ കുക്കായിട്ട് വന്ന ഒരാളാണ്. പക്ഷെ ഇവിടെ തൊട്ടടുത്തൊരു ഒരു വീടിനോട് ചേർന്നിട്ടൊരു നല്ല ഭംഗിയുള്ളൊരു ഷെഡും അങ്ങനെയൊക്കെ കെട്ടിയിട്ട് ഒരു ഹോട്ടൽ നടത്തുന്നുണ്ട്, പുള്ളിനെ വിളിച്ച് പറയാന്ന് പറഞ്ഞപ്പോൾ ഇവള് ജോഫിനൊരു നോട്ടം. താൻ കഴിഞ്ഞ ദിവസം മുതൽ കയറ്റി കൊണ്ടുവന്നിട്ടാണ് ഈ മലയുടെ മണ്ടയുടെ മുകളിൽ ഞാൻ ആ മീകറി, ഇനി അങ്ങനത്തെ എങ്ങനെയാണ് ഇനി ഓടിച്ചിട്ട് ഇടിക്കുന്നു. ദേഷ്യാണ്. ജോഫി പറഞ്ഞു, ഇല്ല ചേച്ചി നമുക്ക് അങ്ങോട്ട് തന്നെ പോവാം, ഒരു കുഴപ്പമില്ല, ഞാൻ സെറ്റ് ചെയ്യാം. വിളിച്ചപ്പോൾ പറഞ്ഞു ഇങ്ങനെ നോൺ വെജ് ആ പരിസരത്ത് എവിടെയും പാടില്ല, ഞങ്ങനെ ആള് വന്നിട്ട് അവർക്ക് ഇങ്ങനെ ഒരു സാധനമാണ് വേണ്ടത്, എവിടെയും പറ്റില്ല, എന്തേലും ഒന്ന് ചെയ്തു കൊടുക്കാൻ പറ്റുമോ, ഒരു സഹായം എന്നുള്ളത്. അവർ ധൈര്യമായിട്ട് പോരും, കുഴപ്പമില്ല, ഞങ്ങൾ കട അടച്ചു, ഉച്ചയാകുമ്പോഴത്തെ പരിപാടി കഴിഞ്ഞിട്ട് കട അടച്ചു, ഇനി വൈകുന്നേരം തുറക്കുള്ളൂ, പക്ഷെ കുഴപ്പമില്ല ഞങ്ങൾ പോരും, നമ്മൾ അറേഞ്ച് ചെയ്യാറുണ്ട്. ഒരു 10-25 മിനിറ്റ് അങ്ങോട്ട് പോകാനുള്ള ഒരു ദൂരമുണ്ട്. ഞങ്ങളവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഈ ഓല പട്ട ഇതാക്കി ആക്കിയിട്ട് വലിയ രീതിയിൽ നമ്മൾ ഷാക്ക് പോലെ പണിയില്ലേ, അതേപോലെയുള്ള ഒരു അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ളൊരു കടയാണത്. അപ്പൊ അതിന്റെ സൈഡിൽ ഫുള്ള് ഈ മുളകൾ കൊണ്ട് മെടഞ്ഞുണ്ടാക്കിയിട്ടുള്ള ബാംബൂവിന്റെ ഫെൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു സൈഡിൽ നിന്നാണ് ഈ കാടിന്റെ ഒരു ഏരിയ, അപ്പൊ മാനുകളൊക്കെ അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പൊ കാണാൻ തന്നെ അത്യാവശ്യം ഭംഗിയുള്ള ഒരു സ്ഥലമാണത്. അതിന്റെ നേരെ ബാക്കിൽ ഇവരുടെ വീടുമാണ്. ഞങ്ങൾ ചെന്നപ്പോൾ പുള്ളിയുടെ പ്രസന്റേഷനാണ്, എനിക്ക് ആളുടെ പേര് ഓർമ്മയില്ല പുള്ളിയുടെ. പക്ഷെ പുള്ളി വലിയ 4 സ്റ്റാർ 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ നിന്നാണ് ഈ ലൈക്ക് ഒരു 35 അത്രയൊക്കെ ഏജ് ഉള്ളൂ, 30-35 മാക്സ്. പുള്ളി ടേബിളിന്റെ മുകളിൽ പുള്ളിയുടെ ഒരു പാഷൻ കൊണ്ടാണ് അങ്ങനെ ഒരു സംഭവം സെറ്റ് ചെയ്തത്. ടേബിൾ സെറ്റ് ചെയ്ത് അപ്പോൾ ഒരു നമ്മൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് 4 റിമൂവബിൾ ലെഗ് ഉള്ള ടേബിൾ ഉണ്ടല്ലോ, അത് സെറ്റ് ചെയ്തു. അതിന്റെ മുകളിലൊരു നല്ലൊരു ഇല വിരിച്ചു, അതിന്റെ മുകളിൽ വെള്ളം തളിച്ചു കൊടുത്തപ്പോഴേക്കും ചേച്ചിയാ കൊള്ളാലോ ആ മൂഡിലേക്ക് വന്നു തുടങ്ങി. ഞാൻ പറയുന്നുണ്ട്, വെജിറ്റേറിയൻ മാത്രം ഒരു സാധനം പ്ലീസ് ദയവ് ചെയ്തിട്ട്, കറികളൊന്നും എന്തെങ്കിലും നോൺ വെജ് ഉണ്ടെങ്കിലും മാറ്റിക്കോളൂ, ഒന്നും മിക്സ് ആക്കല്ലേ, ഭക്ഷണം കഴിക്കാണ്ട് വന്നിട്ടുള്ളതിന്റെ എന്താണെന്നൊക്കെ പുള്ളിയോട് ഞാൻ മാറ്റി നിർത്തി പറയുകയൊക്കെ ചെയ്തു കേട്ടോ. ജോഫിനത് പറഞ്ഞു ഓൾറെഡി. ഈ ഇലയിൽ ഇങ്ങനെ ചോറ് വിളമ്പി, അപ്പൊ നല്ല നല്ല ചൂട് ചോറ് പുള്ളി അപ്പൊ ആ സമയത്ത് ഉണ്ടാക്കിയതാ തോന്നുന്നുണ്ട്, ചൂട് ചോറ് നല്ല അതിങ്ങനെ വിളമ്പി അതിന്റെ മുകളിലേക്ക് ഇങ്ങനെ ഒരു കുഴി ഇതാക്കി. അപ്പൊ അതിന്റെ സൈഡിൽ അവിയൽ ഇഷ്ടമുള്ള സാധനമാണ്. പിന്നെ ഈ മത്തങ്ങയും പിന്നെ മൺപയറും കൂടി ചേർത്തിട്ടുള്ള അങ്ങനത്തെ ഒരു സംഭവം. പിന്നെ വേറൊരു കറി, തോരൻ, അച്ചാറ്, പപ്പടം ഇതൊക്കെ വെച്ചു. എല്ലുള്ളിക്ക് നല്ല ചൂട് സാമ്പാർ, അതും ഇവനും സാമ്പാർ ഉണ്ടാവും, അതൊന്നും കൂടി ചൂടാക്കിയതാവും. ഇത് കൊണ്ടൊന്ന് ഒഴിച്ചു, ഇവളിങ്ങനെ എടുത്തു, ഇത്തിരി എടുത്ത് ഇങ്ങനെ കഴിച്ച് ഞങ്ങളിങ്ങനെ നോക്കിക്കതാണ്. ഞങ്ങളുടെ അവസ്ഥ പറഞ്ഞാൽ ഞങ്ങളുടെ മുഖത്ത് ദൈവമേ യുദ്ധം എങ്ങനെയാണെന്ന് അവസാനിക്കുന്നതാ. ഇവളിങ്ങനെ എടുത്ത് ഇങ്ങനെ കഴിച്ചതിന് ശേഷം ചേട്ടാ ഒരു ഡബിൾ ഓംലെറ്റ് തരുമോ? അത് ഇത്ര നേരം പറഞ്ഞു എന്താ, പ്യുവർ ആയിട്ടുള്ള വെജിറ്റേറിയൻ വേണം,
വേറൊരു സാധനവും പാടില്ല, അവിടെ ഒന്നും കയറ്റരുതെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആളുടെ മുഖത്തേക്ക് ഇരുപത് വെക്കുക, ചേട്ടാ ഒരു ഡബിൾ ഓംലെറ്റ് തരും. ഉള്ളിൽ ഒഴിയാ, അത് ശരി ഓംലെറ്റ് മാത്രല്ല ഇവിടെ മീനുണ്ട്, ചിക്കൻ ഉണ്ട്. വേണ്ട, ഒന്നും വേണ്ട, ഓംലെറ്റ് മാത്രം ഉണ്ടെങ്കിൽ കൊടുത്തുണ്ടാക്കിയാൽ സമയത്ത് തോന്നിയത് കൊണ്ടാട്ടോ, അല്ലാതെ അങ്ങനെ ഈ ബിൽഡപ്പ് മുഴുവൻ ഭയങ്കര രസമായി ഞങ്ങൾക്ക് ആ സമയത്ത്. അതും കഴിഞ്ഞ് രാത്രി പിന്നെ എന്റെ അമ്മ ഞങ്ങള് ജംഗിൾ സഫാരി, ഈ ജംഗിൾ സഫാരി ഭയങ്കര രസാ. ജോഫിൻ പുലർച്ചെ 2 മണിക്ക് രാത്രി പോയത്, 12 മണിക്ക് എങ്ങണ്ട അവിടുന്ന് പോയത്, തിരിച്ചെത്തിയത് 2-2:30 എങ്ങണ്ടായപ്പോ. അപ്പോ ജീപ്പിലാണല്ലോ പോണേ, മറ്റേ ഫ്രണ്ടില് ജോബിനും ജോവും പിന്നെ ഡ്രൈവറും ജീപ്പിന്റെ പുള്ളിയും. അപ്പോൾ അതിന്റെ സെന്ററിൽ ഒരു സീറ്റ് ഉണ്ട്, ആ സീറ്റിലാണ് ഞങ്ങൾ, ബാക്കിൽ വേറെ സീറ്റ് ഉണ്ട്. അപ്പൊ അങ്ങനെ 3 സെപ്പറേഷൻസ് ഉള്ളതാണ്. ഞങ്ങൾ രണ്ടുപേരും സെന്ററിൽ ഇരിക്കുക, അവർ പറഞ്ഞു ഇവിടെ ഇരുന്നോളൂ. അപ്പോൾ ഒരാൾ ഈ സൈഡിലും ഒരാൾ ഈ സൈഡിലും, 2 സൈഡ് സീറ്റ് ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ ഇങ്ങനെ പോവുകയാണ്. കുറേ ദൂരം പോയി, പോണ വഴിക്ക് ഏകദേശം 1 മണിക്കൂർ പോയിട്ട് ഒന്നും കണ്ടില്ല. അല്ല, നമ്മൾ കാട്ടീനെ കണ്ടു, വലിയ കാട്ടുപോത്തിനൊക്കെ ചില മരത്തിന്റെ സൈഡിൽ നിന്നൊക്കെ ആയിട്ട് കണ്ടു, അത്രേ കണ്ടുള്ളൂ. ആനേനെ കാണാനായിരുന്നു മെയിൻ. ആന ഭാഗ്യം ഉണ്ടെങ്കിൽ പുള്ളിപ്പുലിയൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു റേഞ്ച് ആണല്ലോ അവിടെ. അപ്പൊ അങ്ങനെ അങ്ങോട്ട് പോയി. രാത്രി ഒന്നും കാണണമെന്നില്ല, രാത്രി ആകുമ്പോ പട്ടിയും കൂടി പുറത്തിറക്കി ഇറക്കേണ്ടി പറഞ്ഞ അവസ്ഥയായിരുന്നു ഞങ്ങൾ പോയി കഴിഞ്ഞ സമയത്ത്. അങ്ങനെ കുറെ കഴിഞ്ഞപ്പോ കുറച്ച് ജീപ്പുകാർ വരുന്നുണ്ട്, അവര് പറഞ്ഞു റോട്ടിൽ അവിടെ ആനക്കൂട്ടുണ്ട്, അങ്ങോട്ട് പോവാന്ന്. ശരി, ഓക്കെ, സെറ്റ്, സന്തോഷമായി. കുറച്ച് ദൂരം കൂടിയും പോകണം. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങി പോയിട്ടാ. അവിടെ കഴിഞ്ഞ് കുറച്ച് ദൂരത്ത് നമുക്ക് ഇങ്ങനെ ആനക്കൂട്ടം കാണാം, കുട്ടി ആനകളും തള്ളാനകളും ഒക്കെ ആയിട്ടുള്ള, പിടിയാനകളൊക്കെ ആയിട്ടുള്ള ആനക്കൂട്ടം കുറേ ഉണ്ട്. അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോയി. ഈ ആ ഭാഗത്ത് അവിടെ പോയ ആൾക്കാർക്ക് അറിയാം, റോഡ് കുറച്ച് മുകളിലും 2 സൈഡിലാണ് ഈ ആനകളൊക്കെ നിൽക്കുന്നുണ്ടാവുക. അത് പോയി ഇങ്ങനെ നിന്ന്, അപ്പൊ ഇപ്പുറത്ത് ഇങ്ങനെ താഴെയിട്ട് ആനകൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. മുന്നിൽ കൂടെ ഒരു ആനക്കുട്ടിയും വേറെ ഇതും കൂടിയിട്ട് ഇപ്പുറത്തേക്ക് കയറുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ പോകുമ്പോൾ ആദ്യം കണ്ടിട്ട് മുന്നിൽ കൂടെ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് പോയിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ നിൽക്കുമ്പോൾ ഇവളിങ്ങനെ പുറത്താട്ടോ. കുറച്ച് കഴിയുമ്പോൾ ഇവരെ ഇതുണ്ടൊരു സാധനം, ഈ ആനയുടെ തുമ്പിടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു വെള്ളമുണ്ട്, ഒരു വാട്ടർ സ്പ്രേ പോലെ. ഇത് നോക്കുമ്പോ ഇത് ഇപ്പുറത്ത് നിൽക്കുക, അത് ഞങ്ങൾ കണ്ടിട്ടില്ല. ഈ വെള്ള സൈഡിൽ ആന ഇപ്പുറത്ത് നിൽക്കുക, ഇത് ജീപ്പിന്റെ അവിടേക്ക് ഇങ്ങനെ ഈ സ്പ്രേ ചെയ്തിരിക്കുക. ഞങ്ങൾ നോക്കുമ്പോ ജീപ്പിന്റെ അവിടേക്ക് തുമ്പി, വണ്ടി വിടാതെ ഒറ്റെടുക്കല അവര്, പേടിച്ചാലാക്കി. കാരണം ഇത് നമ്മള് തൊട്ടപ്പുറത്ത് ആനേനെ കാണാൻ, നാട്ടിലെ ആനേനെ പൂരത്തിന് കൊണ്ടുവരുന്ന, ഉത്സവത്തിന് കൊണ്ടുവരുന്ന ആനേനെ കാണുന്ന പോലെയല്ലോ, കാട്ടാനല്ലേ, തൂക്കിട്ട് തടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാനോ. കാരണം അതിന് കുറച്ചു മുന്നല്ലേ ഞാൻ ചോദിച്ചത്, ഇൻ കേസ് ആന അടുത്ത് വന്ന് നിൽക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, കാരണം എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല എന്ത് ചെയ്യണം എന്നല്ലേ. കാട്ടാനോ വന്നു കഴിഞ്ഞാൽ എന്ത് ഐഡിയ ഉണ്ടായിട്ടും കാര്യമൊന്നുമില്ല. ചിലപ്പോ ആനയുടെ ചിന്താഗതി എന്താ അതുപോലെയാവും. എന്റെ അമ്മ, അങ്ങനെ ഒരു രസകരമായിട്ടൊരു സംഭവം ഈ മറയൂരിൽ നിന്നുണ്ടായിട്ടുണ്ട്. ലൈക്ക് ഇതൊക്കെ നിങ്ങൾക്ക് കാണുന്ന ആൾക്കാർക്ക് എത്ര കണ്ട് അതിൻ്റെ ഒരു ഫൺ മൊമെന്റ് ഉണ്ടാവും എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ബീങ് എ സ്വപ്നസഞ്ചാരി എന്നുള്ള രീതിയിൽ ഇതൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര രസകരമായിട്ട്, ഞങ്ങൾ പോയിട്ടുള്ള വളരെ കുറച്ച് യാത്രകളേ ഉള്ളൂ. ഈ യാത്ര ആസ്വദിക്കാൻ വേണ്ടി പോയത് വളരെ കുറച്ചേ ഉള്ളൂ. പോയത് ഭയങ്കര അങ്ങനെ പോയതിൽ വളരെ രസം. ഇപ്പൊ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഞാനും ഈ പല സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ട്, എൻ്റെ വർക്കിന്റെ ഭാഗമായിട്ടും അല്ലെങ്കിൽ വർക്ക് റിലേറ്റഡ് ആയിട്ടും ഒക്കെ ആയിട്ട് പോയിട്ടുണ്ട്. അതിലൊക്കെ ഭയങ്കര ഈ പറഞ്ഞ പോലെ എനിക്കായിട്ടുള്ള കുറെ മൊമെന്റ്സ് മാത്രമേ ഉള്ളൂ. പക്ഷെ ഞങ്ങൾ രണ്ടുപേരുമായിട്ട് അങ്ങനെ പുറത്തേക്കൊന്നും അങ്ങനെ അധികം പോയിട്ടില്ല. പക്ഷെ ഓഫ് കോഴ്സ് നമ്മൾ ഈ ഇന്ത്യയിലെ പല സ്ഥലങ്ങളും കാണണം എന്നുള്ള. പിന്നെ വൺ തിങ് ഇസ് കാശ്മീർ അല്ലേ, റീസെന്റ് സംസാരിച്ചോണ്ടിരുന്ന ഒരു പ്ലേസ് ആണ് കാശ്മീർ. പോണമെന്ന് ആഗ്രഹമുള്ള ഒരു സ്ഥലം, നോക്കാം. അതെ അതെ അതെ. ഈ സ്വപ്നങ്ങൾക്ക് പരിധികളില്ലാതെ സഞ്ചരിക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്കും ആഗ്രഹങ്ങൾ പരിധികളില്ലാത്തതായതുകൊണ്ട് പരിധികളില്ലാണ്ട് തന്നെ നമുക്ക് ഒരു സ്വപ്ന സഞ്ചാരികളെ പോലെ തന്നെ യാത്രകൾ ഇഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കാം. അത് ഒരു പക്ഷേ അതിനുള്ളൊരു പ്രചോദനമാകുന്നത് സാന്റോനെ പോലെ ട്രാവലിസ്റ്റയിൽ വരുന്ന വീഡിയോകളൊക്കെ ആയി തീരട്ടെ.